അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്തിൻ്റെ നായകൻ ഗുരു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലാണ് ജനിക്കുന്നത്. മാതാവ് ആമിന ബീബി റളിയല്ലാഹു അൻഹ, പിതാവ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു. ജനനത്തിന് മുമ്പ് പിതാവും 6-ാം വയസ്സിൽ മാതാവും മരണപ്പെട്ടു. ശേഷം പിതാവിൻ്റെ ഉപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നത്. 8-ാം വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. പിന്നീട് മൂത്താപ്പയായ അബൂ ത്വാലിബിൻ്റെ സംരക്ഷണത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നത്. 25-ാം വയസ്സിൽ ഖദീജ ബീവിയെ വിവാഹം ചെയ്തു. ആയിഷ, ഹഫ്സ, സൗദ, സൈനബ് ബിൻത് ഖുസൈമ, ജുവൈരിയ, സൈനബ് ബിൻത് ജഹ്ഷ്, റംല, ഉമ്മു സൽമ, സഫിയ, മൈമൂന, മാരിയത്തുൽ ഖിബ്തിയ ഇവരാണ് മറ്റു ഭാര്യമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഖദീജ ബീവിയിൽ നിന്നുള്ള മക്കളാണ് ഖാസിം, അബ്ദുല്ല, സൈനബ, റുഖിയ, ഉമ്മു കുൽസും, ഫാത്തിമ. ഇബ്രാഹിം എന്ന കുട്ടിയുടെ മാതാവ് മാരിയത്തുൽ ഖിബ്തിയയാണ്. ഖുലഫാഉർ റാഷിദീൻ എന്നറിയപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നിവർക്ക് നബിയുമായി കുടുംബ ബന്ധമുണ്ട്. ഇവരിൽ 2 പേർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പിതാക്കന്മാർ ആണ്. മറ്റു 2 പേർ മരുമക്കളാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയുടെ ഉപ്പയും ഉമർ റളിയല്ലാഹു അൻഹു ഹഫ്സ ബീവിയുടെ ഉപ്പയുമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളായ റുഖിയ റളിയല്ലാഹു അൻഹയെയും ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജോലി ആടുമേക്കലായിരുന്നു. അൽ അമീൻ എന്ന വിശേഷണം ലഭിച്ചു. 40-ാം വയസ്സിൽ പ്രവാചകത്വം ലഭിച്ചു. പ്രവാചകത്വം ലഭിച്ച ശേഷം ജനങ്ങളെ വിളിച്ചുകൂട്ടി പ്രബോധനം ചെയ്തു. പിതൃവ്യനായ അബൂലഹബിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിനെതിരെ എതിർപ്പ് നടത്തി ശകാരിച്ചു. വിഗ്രഹ ആരാധനക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരസ്യമായി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തുടങ്ങി. പല എതിർപ്പുകളും മർദ്ദനങ്ങളും വിശ്വാസികൾക്ക് നേരിടേണ്ടി വന്നു. പ്രവാചകനെയും മർദ്ദനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയില്ല. ഒട്ടകത്തിൻ്റെ ചീന കുടൽമാല സുജൂദിലായിരിക്കുമ്പോൾ കഴുത്തിലിട്ടു. നുണയനാണെന്ന് മുദ്ര കുത്തി. മർദ്ദനങ്ങൾ രൂക്ഷമായപ്പോൾ കുറച്ച് വിശ്വാസികൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു. നജാഷി രാജാവ് വിശ്വാസികൾക്ക് സംരക്ഷണം നൽകി. ഈ വിവരം അറിഞ്ഞ മക്ക മുശ്രിക്കുകൾ മുസ്ലിങ്ങൾക്കെതിരെ മർദ്ദനങ്ങൾ രൂക്ഷമാക്കി. ഇതോടെ പ്രവാചകന്റെ നിർദ്ദേശം അനുസരിച്ച് വിശ്വാസികൾ വീണ്ടും എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു. നജാഷി രാജാവിനെ വശത്താക്കാൻ മുശ്രിക്കുകൾ ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല. പിന്നീട് നബിയുടെ സംരക്ഷണം ഏറ്റെടുത്ത അബൂ ത്വാലിബിനെയും വശത്താക്കാൻ അവർ ശ്രമിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തടയാൻ അവർ ആവശ്യപ്പെട്ടു. സുന്ദരനായ ഒരു യുവാവിനെ അബൂ ത്വാലിബിന് മുഹമ്മദ് നബിക്ക് പകരമായി നൽകുവാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല. ഹംസ റളിയല്ലാഹു അൻഹുയുടെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇസ്ലാമിക പ്രവേശനം ശത്രുക്കളെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ശത്രുക്കളെ നേതാവായി ഉത്ബത്തിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കീഴ്പ്പെടുത്താൻ ചുമതലപ്പെടുത്തി. ഈ ശ്രമവും പരാജയപ്പെട്ടു. അടുത്തതായിട്ട് ശത്രുക്കൾ കണ്ടെത്തിയ വഴി മുസ്ലിങ്ങളുമായുള്ള വിവാഹം, കച്ചവടം, സഹായ സഹകരണം തുടങ്ങിയ എല്ലാവിധ ഇടപാടുകളും നിർത്താൻ തീരുമാനിച്ചു. ഭക്ഷണപാനീയം പോലും അവർ വിലക്കി. ഇത് കാരണമായി വിശ്വാസികൾ പട്ടിണിയിലായി. നബിയുടെ താങ്ങും തണലുമായിരുന്ന അബ്ദുൽ മുത്തലിബും ഖദീജ റളിയല്ലാഹു അൻഹയും ഇഹലോകത്തോട് വിട പറഞ്ഞു. ഇവർ വഫാത്തായതോടുകൂടി ഈ അവസരം ഖുറൈശികൾ ശരിക്കും മുതലെടുത്തു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകുടുംബ പ്രദേശമായ തായിഫിലേക്ക് പുറപ്പെട്ടു. എന്നാൽ അവിടെയും ഉപദ്രവങ്ങൾ തുടർന്നു. നബിയുടെ ഇസ്റാ മിഅ്റാജ് സംഭവം അറിഞ്ഞ് അവർ പരിഹസിക്കാൻ തുടങ്ങി. ഇവരുടെ മർദ്ദനങ്ങൾക്ക് ശക്തി കൂടിയപ്പോൾ പ്രവാചകൻ പ്രബോധനം മക്കയുടെ പുറം നാടുകളിലേക്ക് വ്യാപിക്കുന്നതിനെ പറ്റി ആലോചിച്ചു. ഇതിൻ്റെ ഭാഗമായി ഹജ്ജിന് മദീനയിൽ നിന്നെത്തിയ 6 പേര് മുസ്ലിമാവുകയും തുടർന്ന് അടുത്ത വർഷം ഇവരിലെ 5 പേരടക്കം 12 പേർ നബിയുമായി അഖബ ഉടമ്പടി ചെയ്തു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, വ്യഭിചാരം, അപവാദം പരത്തുക, ഇവ ഉപേക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അതിലെ വ്യവസ്ഥകൾ. ഇതിന് 1-ാം ഉടമ്പടിയാണ് പറയുന്നത്. ഈ സംഘത്തോടൊപ്പം മദീനയിലെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മിസ്ഹബ് റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തി. തുടർന്ന്
അടുത്ത വർഷം കൂടുതൽ പേർ മദീനയിൽ നിന്നും ഹജ്ജിനെത്തി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി. സത്യദീനിന്റെ പേരിൽ പ്രവാചകൻ പ്രയാസപ്പെടുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലേക്ക് സ്വാഗതം ചെയ്തു. ഇസ്ലാമിന്റെ വ്യാപനം മദീനയിൽ വ്യാപകമായതോടുകൂടെ മുശ്രിക്കുകൾ വീണ്ടും പ്രവാചകനെയും വിശ്വാസികളെയും പ്രയാസപ്പെടുത്തി. തുടർന്ന് വിശ്വാസികൾക്ക് മദീനയിലേക്ക് ഹിജറ പോകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുമതി നൽകി. എല്ലാം മതത്തിന് വേണ്ടി തിരിച്ചു. ആദർശ സംരക്ഷണാർത്ഥം വിശ്വാസികൾ നാടും വീടും കുടുംബവും വിട്ട് മദീനയിലേക്ക് യാത്രയായി. മദീനയിലെത്തിയപ്പോൾ തുടർന്നും അവരെ മുശ്രിക്കുകൾ വേട്ടയാടി. മുശ്രിക്കുകൾ നെതുവയിൽ യോഗം ചേർന്ന് പല പദ്ധതികളും ആസൂത്രണം ചെയ്തു. പ്രവാചകനെ വധിക്കാൻ അവർ തീരുമാനിച്ചു. മുശ്രിക്കുകളുടെ കുതന്ത്രങ്ങൾ അള്ളാഹു പ്രവാചകനെ അറിയിക്കുകയും ഹിജറയ്ക്ക് അനുവാദം നൽകുകയും ചെയ്തു. അബൂജഹലിന്റെ നേതൃത്വത്തിൽ അവർ പ്രവാചകന്റെ വീട് വളഞ്ഞു. അത് മനസ്സിലാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ വിരിപ്പിൽ കിടത്തി അവർ കാണാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹുയെ കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗർ ഗുഹയിൽ കഴിഞ്ഞു. ഈ സമയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതായപ്പോൾ അബൂജഹൽ നബി പിടികൂടുന്നവർക്ക് 100 ഒട്ടകം പാരിതോഷികം പ്രഖ്യാപിച്ചു. സൗർ ഗുഹയുടെ സമീപം അവർ എത്തിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അവർക്കായില്ല. 3 ദിവസത്തെ ഗുഹാവാസത്തിന് ശേഷം അവർ യസ്രിബ് അതായത് മദീന ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. മദീനയിലെത്തിയ അവരെ മദീനക്കാർ സ്വാഗതം ചെയ്തു. മദീനയിൽ ആദ്യ ജുമുഅ നിർവഹിച്ചു. മസ്ജിദ് നബവി നിർമ്മിച്ചു. അൻസാറുകളുമായി സൗഹൃദം സ്ഥാപിച്ചു. ഇസ്ലാമിന്റെ മദീനയിലെ വളർച്ചയിൽ അസൂയപ്പെട്ട അവിശ്വാസികൾ മദീനയിലും വന്നു. ഇതിന് മദീനയിലെ ബഹുദൈവ വിശ്വാസി നേതാവായ ഉബയ്യ് ഇബ്നു സുലൂലുമായി മക്ക മുശ്രിക്കുകൾ ബന്ധപ്പെട്ടു. ഉംറ നിർവഹിക്കാനായി മദീനയിൽ നിന്നും മക്കയിലെത്തിയ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അബൂജഹൽ, നിങ്ങൾ മതം മാറി വന്ന ആളുകളെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുകയും ഇവിടെ വന്ന് നിർഭരരായി ഉംറ നിർവഹിക്കുകയും ചെയ്യുന്നുവല്ലേ എന്ന് അഭിപ്രായപ്പെട്ടു. ഒട്ടകങ്ങൾ മറ്റു സ്വത്തുക്കൾ മോഷ്ടിച്ചു. ചതിപ്രയോഗം മദീനയിലും തുടർന്നു. ഇവരുടെ ആധിപത്യത്തിനെതിരെ ഉണ്ടായ ആദ്യ യുദ്ധമാണ് ബദർ യുദ്ധം. ബദർ യുദ്ധത്തിൽ ശത്രു സൈന്യത്തിന്റെ നേതാവായിരുന്നു അബൂജഹൽ. ബദർ യുദ്ധത്തിലെ പ്രതികാരമായി മക്ക ഖുറൈശികൾ നടത്തിയ നീക്കമാണ് ഉഹദ് യുദ്ധത്തിൽ കലാശിച്ചത്. ഉഹദ് യുദ്ധ തുടക്കത്തിൽ മുസ്ലിങ്ങൾക്കായിരുന്നു വിജയം. പിന്നീട് ഒരു ഘട്ടത്തിൽ പ്രവാചക കൽപ്പന ലംഘിച്ച് ഭൂരിപക്ഷം അനുയായികളും മലമുകളിൽ നിന്നും താഴെ ഇറങ്ങിയതിനാൽ പരാജയം നേരിടേണ്ടി വന്നു. ശത്രുക്കളുടെ ആക്രമണം തടയാൻ ആഴവും വീതിയുമുള്ള ഒരു കിടങ്ങ് നഗരത്തിന് ചുറ്റും നിർമ്മിച്ച് വിജയം നേടാൻ ഖന്തഖ് യുദ്ധത്തിലൂടെ സാധിച്ചു. ഖൈബർ യുദ്ധം കഴിഞ്ഞു മടങ്ങുമ്പോൾ ജൂത സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ വിഷം കലർന്ന ഭക്ഷണം കഴിച്ച് മരണപ്പെട്ട സ്വഹാബിയായിരുന്നു ബിശ്ർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്ത അവസാനത്തെ യുദ്ധമായിരുന്നു തബൂക്ക്. നബിയുടെ വഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി അധികമായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു നിസ്കാരത്തിന് നേതൃത്വം നൽകിയിരുന്നത്. നബിയുടെ വഫാത്ത് ബോധ്യപ്പെട്ട അദ്ദേഹത്തിന്റെ നയനങ്ങൾ നിറഞ്ഞു. പള്ളിയിൽ സ്വഹാബികൾക്ക് മധ്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ പറ്റിയുള്ള വാർത്ത അദ്ദേഹം അറിയിച്ചു. പലർക്കും വിശ്വസിക്കാനായില്ല. ചിലർ ആ വാർത്ത നിഷേധിച്ചു. ചിലർ ഒന്നും പറയാനാകാതെ വിഷമിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിശ്വസിക്കാനായില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആനിലെ താഴെ കാണുന്ന ആയത്ത് അവരെ ബോധ്യപ്പെടുത്തി. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൈവദൂതനല്ലാതെ ആരുമല്ല. അദ്ദേഹത്തിന് മുമ്പും ദൈവദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയോ ആരെങ്കിലും പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ അറിയിക്കുക. അവൻ അള്ളാഹുവിന് ഒരു ദ്രോഹവും വരുത്തുകയില്ല. അതോടൊപ്പം നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകും എന്ന ഖുർആൻ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയത്ത് ഓതി അവരെ ബോധ്യപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ വഴിപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും കുട്ടികൾക്കും കുടുംബക്കാർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലുള്ള നല്ല ചരിത്രങ്ങളും കഥകളും ലഭിക്കാൻ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.